വിവാദങ്ങൾക്കിടെ ക്ഷേത്ര ദർശനം നടത്തിയ DGP MR അജിത് കുമാർ കണ്ണൂർ മാടായിക്കാവിലും രാജരാജേശ്വര ക്ഷേത്രത്തിലുമാണ് ദർശനം നടത്തിയത്. മാടായിക്കാവിൽ ശത്രു സംഹാരത്തിന് വഴിപാടും നടത്തി. AR ക്യാമ്പ് സന്ദർശനത്തിന് ശേഷമായിരുന്നു ക്ഷേത്ര ദർശനം. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇന്ന് കണ്ണൂരിൽ DGPക്ക് എന്തെങ്കിലും പരിപാടികളുണ്ടോ? ഇപ്പോൾ AR ക്യാമ്പിൽ എത്തിയ ശേഷം ക്ഷേത്ര സന്ദർശനത്തിന് പോവുകയായിരുന്നു. ഏതെങ്കിലും രൂപത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടോ? സ്മൃതി, ADGP MR അജിത് കുമാറിന് ഇന്ന് കണ്ണൂരിൽ പ്രത്യേകിച്ച് ഔദ്യോഗിക പരിപാടികളൊന്നും തന്നെയില്ല. ഇന്ന് രാവിലെ കണ്ണൂരിൽ എത്തിയതിനു ശേഷം അദ്ദേഹം AR ക്യാമ്പിലേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്നാണ് 10 മണിയോടുകൂടി കണ്ണൂരിലെ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തിയിട്ടുള്ളത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും മാടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലുമാണ് അദ്ദേഹം ദർശനം നടത്തിയത്. ഈ 3 ക്ഷേത്രങ്ങളിൽ നടത്തി വഴിപാടുകൾ നടത്തുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഈ തിരുവർക്കാട്ട് ഭഗവതി കാവിൽ അദ്ദേഹം ശത്രു സംഹാരത്തിനാണ് പൂജ കഴിച്ചിട്ടുള്ളത്. രാജരാജേശ്വര ക്ഷേത്രത്തിലും വൈദ്യനാഥ ക്ഷേത്രത്തിലും സമാനമായ രീതിയിൽ പ്രധാനപ്പെട്ട വഴിപാടുകൾ അദ്ദേഹം കഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ മാടായി കാവിൽ, ഇതിനു മുൻപ് മാടായി കാവിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ ഇത്തരത്തിൽ മാടായി കാവിലെത്തി ചില നിഗൂഢമായ പൂജകളെല്ലാം നടത്തി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മാടായി കാവിലെ ശത്രു സംഹാര പൂജ വളരെ പ്രധാനപ്പെട്ടതാണ്, പേരുകേട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം മാടായിക്കാവിലെത്തുകയും ശത്രു സംഹാരത്തിന് പൂജ കഴിപ്പിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ വഴിപാട് നേരുകയും ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മടങ്ങും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. AR ക്യാമ്പിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പുറമേ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുകയായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോഴും AR ക്യാമ്പിൽ തന്നെ തുടരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ക്ഷേത്ര ദർശനമാണ് ഈ വിവാദങ്ങൾക്കിടെ, സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങൾക്കിടെ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനെത്തുന്നതാണ് ഏറ്റവും പ്രധാനമായ ശ്രദ്ധേയമായ കാര്യമായി മാറുന്നത്. അതിന് പുറമെ ഈ വഴിപാടുകൾ, ശത്രു സംഹാരം ഉൾപ്പെടെയുള്ള വഴിപാടുകൾ കഴിക്കുന്നതും ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വളരെയധികം ശ്രദ്ധ നേടുന്ന ഒരു സംഭവം തന്നെയാണ്. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. DGPക്ക് സ്ഥാനചലനം ഉണ്ടാകുമെന്ന വാർത്തകൾക്കിടെയാണ് അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുന്നത്.